കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. മൃതദേഹങ്ങൾ കണ്ടെത്തിയ റെയിൽവേ ട്രാക്കിലും വീട്ടിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഫോൺ കിട്ടിയില്ല. കേസിലെ നിർണായക തെളിവാണ് മൊബൈൽ ഫോൺ. ഷൈനിയും മക്കളും ജീവനൊടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫോണിൽ വിളിച്ചിരുന്നതായി ഭർത്താവ് നോബി മൊഴി നൽകിയിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. നോബിയുടെ ഫോൺ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ കേസിലെ നിർണായക തെളിവായ ഷൈനിയുടെ ഫോൺ എവിടെ എന്നതിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. ഷൈനിയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച റെയിൽവേ ട്രാക്കിലും സമീപത്തും പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കിട്ടിയില്ല. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുൻപ് ഫോൺ ഷൈനിയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല. ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഷൈനിയുടെ ഫോണിനെക്കുറിച്ച് അറിയില്ലെന്നാണ് മാതാപിതാക്കളുടെ മൊഴി. ഇത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. മാതാപിതാക്കളുടെ മൊഴി വീണ്ടും എടുക്കാനാണ് പോലീസ് തീരുമാനം. കൂടാതെ ഷൈനി സ്വന്തം വീട്ടിൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.